ഇതാണ് നമ്മുടെ ലോഗിൻ സ്ക്രീൻ. ടച്ച് വൈസും ചെയ്യാം, മൗസ് വൈസും ചെയ്യാം. ഡാഷ്ബോർഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഐറ്റംസ് എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 സെക്ഷനായിട്ടാണ്. ഒന്ന് കാറ്റഗറി ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ സർവീസ് ടൈപ്പ് ഉണ്ട്, പിന്നെ സർവീസ് ഐറ്റം ഉണ്ട്. മൊത്തം 4 സെക്ഷനുണ്ട്. അതിൽ സർവീസ് ടൈപ്സ് ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. സർവീസ് ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ക്ലീൻ വരും, ലോണ്ടറി വരും, പ്രസ് വരും. ഇങ്ങനെ ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കൂടെ അതിൻ്റെ അറബിക്കും വരും. കോമൺലി 3 സർവീസ് ടൈപ്പാണ് ഖത്തർ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത കാറ്റഗറീസ് ആണ്. കാറ്റഗറീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജെൻസ്, കിഡ്സ്, ലേഡീസ്, ലോക്കൽസ്, അതേഴ്സ് ഐറ്റം, അങ്ങനെ നമുക്ക് ഓരോ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാം. പുതിയ കാറ്റഗറി വേണമെങ്കിൽ ഇവിടെ നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ട്രാൻസ്ലേഷൻ അറബി ഇവിടെ വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിഡ്സ് എന്നൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്താൽ ട്രാൻസ്ലേറ്റ് വയ്ക്കുമ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷനും വരും. ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാറ്റഗറിയൊക്കെ. പിന്നെ വരുന്ന ഗ്രൂപ്പ്സ് ആണ്. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജെൻസ് എടുത്ത് ജെൻസ് കാറ്റഗറി അണ്ടറിൽ ജെൻസ് കുർത്ത, ജെൻസ് ലുങ്കി, ജെൻസ് ഷർട്ട്, ടീഷർട്ട്, ജെൻസ് പാൻറ്റ്, കിഡ്സ് എടുത്ത് കഴിഞ്ഞാൽ കിഡ്സ്, ലേഡീസ് എടുത്താൽ ലേഡീസ്, ഇങ്ങനെ ഓരോ ഗ്രൂപ്പ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതർ ഐറ്റത്തിന് ഡോള്, ഷൂസ്, ടവല്, ടോയ്സ്, ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനിയാണ് നമ്മൾ അതിൻ്റെ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം അതിൻ്റെ ഗ്രൂപ്പും കാറ്റഗറിയൊക്കെ ആവുന്നുള്ളൂ. ഇവിടെ സർവീസ് ഐറ്റം ഉണ്ട്. സർവീസ് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ന്യൂ ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ലോക്കൽസി നോക്കുകയാണെങ്കിൽ ഗുത്ര ഉണ്ട്. ഇപ്പോൾ ലോക്കൽസി നമ്മളൊരു അതർ ഐറ്റത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഡോളുണ്ട്, ടോയ് ഉണ്ട്, ലേഡീസ് ഐറ്റം എടുത്താൽ അഭയം ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഐറ്റമൊക്കെ കിടപ്പുണ്ട്. പുതിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ അതർ ഐറ്റത്തിൻ്റെ അകത്ത് ഞാനൊരു ടവൽ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ടവൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ താഴെ ലോണ്ടറി, പ്രസ്, ഡ്രൈ ക്ലീൻ വന്നു. അപ്പോൾ നമ്മളിവിടെ മേളിൽ ടവൽ ബിഗ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അതർ ഐറ്റത്തിൽ ടവലിൻ്റെ അകത്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. ടവൽ ബിഗ് ലോണ്ടറി, ടവൽ ബിഗ് പ്രസ്, ടവൽ ബിഗ് ഡ്രൈ ക്ലീൻ. അപ്പോൾ 3 സർവീസ് ടൈപ്പ് വൈസ് ചെയ്ത് ഇത് 3 ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇപ്പോൾ ടവലിൻ്റെ അറബിക് ട്രാൻസ്ലേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറബിക് ട്രാൻസ്ലേഷനും വരും. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് കൊടുക്കാൻ, ഇപ്പോൾ ടവൽ ബിഗ് ലോണ്ടറി ഇപ്പോൾ റീറ്റെയിൽ പ്രൈസ് ഒരു 5 റിയാൽ, വീണ്ടും 8 റിയാൽ, ഇത് 9 റിയാൽ. ഇതിങ്ങനെ നമുക്ക് പ്രൈസ് കൊടുക്കാം. പിന്നെ ഇവിടെ എന്നാ വെച്ചാൽ നമുക്ക് 3 ടൈപ്പ് പ്രൈസ് കൊടുക്കാം. ഒന്ന് റീറ്റെയിൽ പ്രൈസ് കൊടുക്കാം, ഹോൾസെയിൽ പ്രൈസ് കൊടുക്കാം, സ്പെഷ്യൽ പ്രൈസ് കൊടുക്കാം. അപ്പോൾ ഒരേ ഐറ്റത്തിന് നമുക്ക് ഇവിടെ തന്നെ 3 പ്രൈസ് കൊടുക്കാം. പിന്നെ നമുക്ക് എത്ര പ്രൈസ് വേണമെങ്കിലും വേറെ പ്രൈസ് സെക്ഷൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഓരോ കസ്റ്റമർക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. റീറ്റെയിൽ പ്രൈസ് വേണ്ട കസ്റ്റമർക്ക് റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ് വേണ്ടവർക്ക് ഹോൾസെയിൽ പ്രൈസ്, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ഇതിൻ്റെ അത് വരുന്നുണ്ട്. ഇപ്പോൾ വേറെ ഒന്നുമില്ല. ടാക്സ് 5 ഇവിടെ കൊടുക്കാം. ഇപ്പോൾ അവിടെ ടാക്സ് ഇല്ലാത്തത് നമുക്ക് 0 കൊടുക്കാം. പിന്നെ ഇവിടെ ഫിക്സഡ് പ്രൈസ് ഉണ്ട്. ഫിക്സഡ് പ്രൈസ് ടിക്കറ്റ് കഴിഞ്ഞാൽ യൂസർ ബില്ല് ചെയ്യാൻ നേരം പ്രൈസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയതാ. ഇവിടെ ഫോൾഡിംഗ് ടൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഐറ്റത്തിന് കസ്റ്റമറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏത് ഫോൾഡിംഗ് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഒരു കസ്റ്റമർ സ്ഥിരമായിട്ട് വരുമ്പോൾ ഈ ഗോത്ര എന്നൊക്കെ പറയുന്ന തലയിൽ കിട്ടുന്ന സാധനത്തിന് ഓരോ കസ്റ്റമർക്ക് ഓരോ രീതിയിലായിരിക്കും മടക്കേണ്ടത്. അപ്പോൾ ഈ ടിക്കറ്റ് ആ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറിൽ അത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും കസ്റ്റമറോട് ചോദിക്കേണ്ട കാര്യമില്ല ഏതാണെന്നുള്ളത്. ഇത് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ആ 3 ഐറ്റം ഒരുമിച്ച് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ക്രിയേറ്റ് ചെയ്താണ് ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ അറബിക്കും ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. പിന്നെ നമുക്ക് കാർപ്പറ്റ് പോലുള്ള ഐറ്റംസാണ് വരുന്നതെങ്കിൽ ഇവിടെ യൂണിറ്റ് മാറ്റി നമുക്ക് SQM ആക്കാം. അപ്പോൾ 2 പീസ് കാർപ്പറ്റ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പ്രൈസിങ് വരുന്ന അതിൻ്റെ ലെങ്തിനെ ബേസ് ചെയ്തായിരിക്കും. അങ്ങനെ നമുക്ക് ബില്ലിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐറ്റം ക്രിയേറ്റ് ആയി. ബുക്കിംഗ് ആണ്. ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കസ്റ്റമർ സെലക്ട് ചെയ്യാം. ഇവിടുന്ന് വേണമെങ്കിൽ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. കീബോർഡ് വേണമെങ്കിൽ അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഞാനൊരു കസ്റ്റമർ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ജെൻസ് ആണെങ്കിൽ ജെൻസ് ഷർട്ടാണ് ജെൻസ് ഷർട്ട്, ക്വാണ്ടിറ്റി കൊടുക്കുക. പ്രസ് ആണോ ലോണ്ടറി ആണോ ഡ്രൈ ക്ലീൻ ആണോ, ഇപ്പോൾ ലോണ്ടറി കൊടുത്തു. ഹാങ്ങിങ് ഉണ്ടോ ഫോൾഡിങ് ഉണ്ടോ അത് കൊടുക്കാം. നമുക്ക് ഹാങ്ങിങ് വേണമെങ്കിൽ ഹാങ്ങിങ് കൊടുത്തു. പിന്നെ ഈ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ഡേറ്റ് ആകും. ബാക്കിൽ 4 ക്വാണ്ടിറ്റി ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആ ഐറ്റം വന്നിട്ടുണ്ട്. ഇനി ഈ ഐറ്റത്തിൽ റിമാർക്സ് വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമാർക്സ് കൊടുക്കാം. ഫോൾഡിങ് ആണോ ഹാങ്ങിങ് ആണോ എന്ന് ഓൾറെഡി ഉണ്ട്. അടുത്ത ഐറ്റം ജെൻസ് പാൻ്റ് ആണെങ്കിൽ അപ്പോൾ ഇതിങ്ങനെ സ്പീഡിൽ തന്നെ ചെയ്തവർക്ക് പോകാം. പ്രസ് ഡ്രൈ ക്ലീൻ ഇപ്പോൾ പ്രസ്സിലും ഡ്രൈ ക്ലീനിലൊന്നും ഐറ്റം കിടപ്പില്ല, അതുകൊണ്ട് അത് വരാത്തത്. ഇപ്പോൾ ജെൻസ് കുർത്ത 2 പീസ് പ്രസ്, ഇതൊന്നും ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് 3 പീസ് പ്രസ്, കിഡ്സ് പാൻറ്റ് പ്രസ് 3 പീസ്. ഫോൾഡിങ് ടൈപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ അപ്ഡേറ്റ് ആവുന്നു. ഇനി ഇത് എന്നാ ഒരു ഐറ്റം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. കിഡ്സ് ബനിയൻ ഫുള്ള് നമ്മൾ ക്ലിക്ക് ചെയ്ത് 2 പീസ് പ്രസ് കൊടുത്തു. അപ്പോൾ 3 ഐറ്റം നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ അകത്ത് കാർപ്പറ്റ് ഐറ്റം ഒന്നുമില്ല, സാധാ നോർമൽ ഐറ്റമാണ്. റിമാർക്സ് വേണമെങ്കിൽ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമാർക്സ് ഓപ്ഷൻ വരും. അപ്പോൾ ഇനി ഇതിൻ്റെ അത് ഈ ഒരു ഐറ്റം മാത്രം വേണമെങ്കിൽ നമുക്ക് അർജൻറ്റായിട്ട് കൊടുക്കാം. അതിന് വേണമെങ്കിൽ ഇവിടെ ഈ ഐറ്റം സെലക്ട് ചെയ്യുക. ഇത് ഈ ആരോ ഉണ്ട്, ഈ കിഡ്സ് എന്നുള്ള ഇപ്പോഴത്തെ ആരോ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്പ്രസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം മാത്രമായിട്ട് പ്രൈസ് ഇൻക്രീസ് ആകും 100%. നമ്മളിത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എക്സ്പ്രസ് ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആ കൂടേണ്ടതെന്ന് കാണിക്കാം. പിന്നെ നമ്മുടെ ബില്ലിലൊക്കെ അത് അർജൻറ്റാണെന്നുള്ള ഡീറ്റെയിൽ വരും. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് മാത്രം നമ്മളിപ്പോൾ അർജൻറ്റ് ഇട്ടു. ഇനി അത് വേണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്, റീസെറ്റ് കൊടുത്തത് വീണ്ടും നോർമൽ പ്രൈസായി. ഇനി ഇത് മൊത്തത്തിൽ നമുക്ക് അങ്ങനെ പ്രൈസ് അർജൻറ്റ് ആക്കണമെങ്കിൽ ഇവിടെ എക്സ്പ്രസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡു യു വാണ്ട് ടു അപ്ലൈ ഓൾ ഐറ്റം വരും. പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇപ്പോൾ 100% ഇൻക്രീസ് ആയി. റീസെറ്റ് കൊടുക്കുക. പർട്ടിക്കുലർ ഒരു ഐറ്റത്തിന് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എക്സ്പ്രസ് കൊടുക്കുക, എസ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് പരിപാടി. ഒരു ഐറ്റം നമുക്കിങ്ങനെ ടച്ച് ചെയ്ത് ഏതാണ് ഐറ്റം വരുന്നത് എത്രയാണ് പ്രസ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. ക്യാഷ് ആണോ, കാർഡാണോ, ആപ്പിൾ പേ ആണോ, ഓൺ അക്കൗണ്ടാണോ. ഓൺ അക്കൗണ്ടെന്ന് ഉദ്ദേശിക്കുന്ന ക്രെഡിറ്റ് ആണ്. ഇപ്പോൾ ഈ 96 ആണ് ബില്ല്. അപ്പം നമ്മളൊരു 25 റിയാൽ അവർ ക്യാഷ് തന്നു, ബാക്കി അവർ പിന്നെ വന്നിട്ട് തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓൺ അക്കൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് 25 ആയി, ഓൺ അക്കൗണ്ട് 71 ആയി. പിന്നെ ബൈ ഡീഫോൾട്ട് ഇവിടെ ഡെലിവറി ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ 24 മണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 8 മണിക്ക് 8-ാം തീയതി വരും. 8-ാം തീയതി 10:30 ആകുമ്പോൾ മോർണിംഗ് ഡെലിവറി കൊടുക്കാവുന്ന സെറ്റ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും. ഇപ്പോൾ നമ്മൾ ഓരോ കമ്പനിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അവർ ഡീഫോൾട്ട് കൊടുക്കുന്നത് എത്ര മണിക്കൂർ കഴിഞ്ഞാണ്. 24 മണിക്കൂർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ഡെലിവറി ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഡെലിവറി കൊടുക്കുകയും ചെയ്യാം. ഇത് ജസ്റ്റ് ആ പ്രിൻറ്റിൽ ആ കസ്റ്റമർ കാണാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഡേറ്റ് ഫീൽഡ് വരുന്നത്. അക്സെപ്റ്റ് കൊടുക്കാം, യെസ് ചെയ്തു, പ്രിൻറ്റ്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 കോപ്പി പ്രിൻറ്റ് വരും ആവശ്യമുണ്ടെങ്കിൽ. ഒരെണ്ണം ഔട്ട്ലെറ്റ് കോപ്പി, ഒരെണ്ണം കസ്റ്റമർ കോപ്പി. അപ്പോൾ ഇവിടെ പ്രിൻറ്റ് പ്രിവ്യൂ ഞാനായിട്ട് ജസ്റ്റ് കാണിക്കുകയാണ്. ഇത് ഔട്ട്ലെറ്റ് കോപ്പിയാണ്. ഇത് നമ്മുടെ ഷോപ്പിലെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് ഔട്ട്ലെറ്റ് കോപ്പി ആയിട്ട് വരും. അടുത്തത് കസ്റ്റമർ കോപ്പി ഉണ്ട്. ഇത് കസ്റ്റമർക്കുള്ളതാണ്. അതിലിപ്പോൾ ഡെലിവറി ഡേറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ ഡീറ്റെയിലും വരും. അതിൽ തന്നെ നമ്മൾ അർജൻറ്റ് അതിൻ്റെ കാര്യം റെഫറൻസുകളെല്ലാം, റിമാർക്സ് കാര്യങ്ങളെല്ലാം വരും. ഇമ്പോർട്ടൻറ്റ് നോട്ട് നമുക്ക് എന്തൊക്കെയും കസ്റ്റമർ അറിയിക്കാനുണ്ട് അതെല്ലാം കൊടുക്കാം. അപ്പോൾ 2 കോപ്പിയായി. ഒരെണ്ണം ഔട്ട്ലെറ്റ് കോപ്പി, ഒരെണ്ണം കസ്റ്റമർ കോപ്പി. ഇനി നമുക്ക് ഒരു കോപ്പിയും കൂടെ ഉണ്ട്. ഇത് നമുക്ക് സർവീസ് വൈസ് പ്രിൻറ്റ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ക്ലീൻ ഐറ്റം എല്ലാം ഒരു പ്രിൻറ്റിനകത്ത് വരും, പ്രസ് ഐറ്റം എല്ലാം വേറെ പ്രിൻറ്റിനകത്ത് വരും. അങ്ങനെ ഇപ്പോൾ ലോണ്ടറി ഐറ്റമാണ്. അതിൻ്റെ കൂടെ പ്രസ് ഒരു സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്ന പ്രസ്സിൻ്റെ ഒരു പ്രസ് ഐറ്റം ഉണ്ട് ആ ബില്ലിനകത്ത്. അത് വേറെ കോപ്പിയായിട്ട് വരും. ഇപ്പോൾ ലോണ്ടറി ഐറ്റം മാത്രമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. അത് നമുക്ക് അവിടെ റെഫറൻസിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലോണ്ടറി ഐറ്റംസ് എല്ലാം ഒരു ലിസ്റ്റ് വരും, അർജൻറ്റ് ഐറ്റം ഒരു ലിസ്റ്റ് വരും. അങ്ങനെ സെപ്പറേറ്റ് ലിസ്റ്റായിട്ട് വരും. അങ്ങനെ 3 പ്രിൻ്റാണ് നമുക്ക് ബൈ ഡീഫോൾട്ട് വരുന്നത്. ഇപ്പോൾ അതിൻ്റെ ബുക്കിംഗ് കഴിഞ്ഞു. ഇനി നേരെ ജോബ് എൻട്രി ആണുള്ളത്. അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സെലക്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ വൈസ് ആണ് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സെലക്ട് കസ്റ്റമറിൽ പോയിട്ട് പേര് സെലക്ട് ചെയ്യാം. അപ്പോൾ അവരുടെ പെൻഡിങ് ആയിട്ടുള്ള ഓർഡർ കാണിക്കും. അല്ലെങ്കിൽ ഇവിടെ ലിസ്റ്റ് ഉണ്ടാവും, അതിന് സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഓർഡർ നമ്പർ ഉണ്ടാവും, അതിന് ലിസ്റ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ പേരെടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത ബില്ല് വന്നു. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഐറ്റംസ് മൊത്തം ഇവിടെ അപ്ഡേറ്റ് ആവും. ഇത് കണ്ടോ, ഇത് 4 മണിക്കൂർ കൊണ്ട് കൊടുക്കണ്ട. നമ്മൾ അർജൻറ്റ് എക്സ്പ്രസ് ഐറ്റത്തിന് മണിക്കൂർ കാണിക്കുന്നുണ്ട്, എത്ര മണിക്കൂറാണെന്നുള്ളത്. അത് 4 മണിക്കൂർ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. പ്രൈസ് ലെവലിൽ 4 മണിക്കൂറാണ്. അതുകൊണ്ടാണ് അവിടെ 4 മണിക്കൂർ വന്നത്. അപ്പോൾ ഈ ഐറ്റം അർജൻറ്റാണെന്ന് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഐറ്റം മാത്രമാണ് ഇപ്പോൾ വർക്ക് കഴിഞ്ഞെങ്കിൽ നമുക്ക് ആ ഐറ്റം മാത്രമായിട്ട് ഇവിടെ ഡൺ ക്വാണ്ടിറ്റിയിൽ അവിടെ എത്ര ക്വാണ്ടിറ്റി ഡണ്ണായെന്ന് ചോദിക്കും. 4 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐറ്റം മാത്രം ഡെലിവറിക്ക് റെഡിയാവും. അതെല്ലാം മൊത്തം റെഡിയായെങ്കിൽ ഇവിടെ മാർക്ക് ഓൾ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം അപ്ഡേറ്റ് ആയി. ഇപ്പോൾ ഞാൻ ഈ ഒരു ഐറ്റം മാത്രമായിട്ട് കൊടുക്കാനാണെങ്കിൽ ഈ ഐറ്റം മാത്രമായിട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്ത് വിടുക. ഇപ്പോൾ ഞാൻ മൊത്തം ചെയ്തു. വേണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ഓൾ ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ അർജൻറ്റ് ഐറ്റം മാത്രമായിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, 4 കൊടുക്കുന്നു, നേരെ സേവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാട്സപ്പ് ബിസിനസ് ആപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡൺ ആകുമ്പോഴത്തേക്ക് ആ ഐറ്റം റെഡി ആയെന്ന് കസ്റ്റമർക്ക് വാട്സപ്പിൽ മെസ്സേജ് പോകും. അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് കസ്റ്റമർ സാധനം എടുക്കാൻ വരുമ്പോൾ ഡെലിവറിയാണ്. ഇവിടെ ഡെലിവറി ഉണ്ട്. വീണ്ടും സെലക്ട് ജോബിൽ ക്ലിക്ക് ചെയ്യുന്നു. കസ്റ്റമർ വരുമ്പോൾ ഓർഡർ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ പറയും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അവിടെ ഡൺ ആയത് ഇവിടെ കാണിക്കും, ഓപ്പൺ ചെയ്യും. അപ്പോൾ നേരത്തെ അവിടെ ഡൺ ആയത് 4 ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതിവിടെ ഡൺ ആയി കിടപ്പുണ്ട് പെൻഡിങ് ക്വാണ്ടിറ്റിയിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഡെലിവറി ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യും. ഇപ്പോൾ 4 കസ്റ്റമർ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് 4 കൊടുക്കാം. അല്ലെങ്കിൽ കസ്റ്റമർ 2 മതി, 2 അവിടെ ഇരുന്നോട്ട് ബാലൻസിൻ്റെ കൂടെ എടുക്കാമെന്ന് പറഞ്ഞാൽ 2 കൊടുക്കാം.
അപ്പോൾ 4 ഞാൻ കൊടുത്തായിട്ട് കാണിക്കുവാണ്. 4 കൊടുക്കാം. റിമാർക്സ് ആണെങ്കിൽ റിമാർക്സ് കൊടുക്കാം. നേരെ സേവ് കൊടുക്കാം. ഇവിടെ നമ്മൾ കസ്റ്റമർ തരാനുള്ള പൈസയുടെ ഡീറ്റെയിൽ കാണിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കുറച്ച് പൈസ തന്നായിരുന്നു. പോയിട്ട് ബാലൻസ് 71 96 ടോട്ടൽ ബില്ല്. 71 ബാലൻസ് ഇപ്പോൾ കസ്റ്റമർ ഒരു 50 റിയാലും കൂടെ പേ ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് ക്യാഷ് ആണോ കാർഡാണോ എന്ന് കാണിച്ചിട്ട് ഒരു 50 റിയാൽ അടിക്കാം. എന്നിട്ട് ഇവിടെ ഡെലിവറിയുടെ സൈഡ് ഷോപ്പ് ഡെലിവറി ആണെങ്കിൽ ഷോപ്പ് ഡെലിവറി കൊടുത്ത് നേരെ അക്സെപ്റ്റ് കൊടുത്താൽ പ്രിൻറ്റ് സ്ലിപ്പ് ആണെങ്കിൽ ഡെലിവറി സ്ലിപ്പൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാം. അക്സെപ്റ്റ് കൊടുത്താൽ പ്രിൻറ്റ് വരും. ഇനി ഡോർ ഡെലിവറി ആണെങ്കിൽ നമ്മളിത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവറിൻ്റെ പാർട്ടുണ്ട്, ഏത് ഡ്രൈവറാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ ബാക്കി ഡ്രൈവർ ഫീസോ അതിൻ്റെ ഡെലിവറി ഡേറ്റ് ഏത് ഡേറ്റാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇത് സെലക്ട് ചെയ്ത് നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ടൈപ്പ് ചെയ്ത് അക്സെപ്റ്റ് ഡെലിവറി സ്ലിപ്പും കൂടെ ഡ്രൈവർ സ്ലിപ്പും കൂടെ കൊടുത്ത് അക്സെപ്റ്റ് കൊടുത്താൽ ഇത് ഡ്രൈവറിൻ്റെ മൊബൈലിൽ അവരുടെ ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും ഏതൊക്കെയാണ് ഇവിടെ വന്ന് പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഡ്രൈവർക്ക് ഇവിടെ പിക്കപ്പിന് വരുമ്പോൾ ഈ ഓർഡർ നമ്പർ MO4 എന്നുള്ളത് വെച്ചിട്ട് ഓരോന്ന് പിക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിക്ക് ചെയ്തെടുത്താൽ അവർക്കത് കാരണം ഡ്രൈവർ വരുമ്പോൾ അവർക്ക് ഏതാ ഓർഡർ എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് ഈ ബിൽ നമ്പർ വെച്ചിട്ട് ഇവിടെ ഈ ഡ്രൈവർക്ക് റെഡിയായി കിടക്കുന്ന മൊത്തം റഹ്മാൻ എന്ന് പറഞ്ഞ ഡ്രൈവർക്ക് റെഡിയായി കിടക്കുന്ന മൊത്തം അറിയാൻ പറ്റും. അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റത്തിൻ്റെ പ്രിൻറ്റും ഡെലിവറി സ്ലിപ്പ് ഉണ്ടെങ്കിൽ ഡെലിവറി സ്ലിപ്പും കൂടെ പ്രിൻ്റ് അടിച്ച് വരും. അപ്പോൾ അതിൻ്റെ ഡെലിവറി അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ജോബ് എൻട്രിയിലോട്ട് വന്നാൽ നമ്മൾ നേരത്തെ എടുത്ത ഓർഡർ വീണ്ടും എടുത്തു കഴിഞ്ഞാൽ മറ്റേ അർജൻറ്റായിട്ടുണ്ടായിരുന്നത് പോയിട്ടുണ്ട്, ഡെലിവറി ആയിപ്പോയി. ബാക്കി വേണമെങ്കിൽ നമുക്ക് മാർക്ക് ഹോൾഡാണ് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇവിടുന്ന് സേവ് ചെയ്ത് വിടാം. അപ്പോൾ ആ ജോബും കംപ്ലീറ്റ് ആയി. വേണമെങ്കിൽ ഇനി അത് ഡെലിവറി നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റും റെസിപ്റ്റും ഉണ്ട്. ഇപ്പോൾ കസ്റ്റമർ പൈസ കൊണ്ട് തരുവാണെങ്കിൽ നമുക്ക് റെസിപ്റ്റ് ഇടാം. നേരെ ന്യൂ എടുക്കുക. ക്യാഷാണോ റിസീവ്ഡ് ബൈ ക്യാഷാണോ കാർഡാണോ ചോദിക്കുകയാണ്. ക്യാഷ് കൊടുത്തു. കസ്റ്റമറിൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ ഷിറാസാണ് കഴിഞ്ഞ് അടിച്ച് കഴിഞ്ഞാൽ പേര് വരും. അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ എത്ര രൂപ ബാലൻസ് തരാനുണ്ടെന്ന് കാണിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ 21 അടിച്ച് കഴിഞ്ഞാൽ ബില്ല് വൈസ് ലിങ്ക് ചെയ്യണമെങ്കിൽ ബില്ല് വൈസ് കൊടുക്കാം. അപ്പോൾ നമ്മൾ തരാനുള്ള ബില്ലുകൾ ഏതാണെന്നുള്ള കാണിക്കും. അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് വേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് സേവ് ചെയ്യുക. നരേഷൻ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് എൻട്രി ആയി. ഇതേപോലെ നമുക്ക് പേയ്മെൻറ്റും ചെയ്യാം. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അത് എൻട്രി ചെയ്യാം. ഓരോ അക്കൗണ്ട്സ് വൈസ് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. പിന്നെ ഫിനാൻസ് റിപ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രയൽ ബാലൻസ് ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ബാലൻസ് ഷീറ്റ് ഉണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്. നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കുവാണെങ്കിൽ ബാലൻസ് ഷീറ്റ് വന്നു. കംപ്ലീറ്റ് അക്കൗണ്ട് വൈസ് ബാലൻസ് കാണിക്കും. ടോട്ടലെല്ലാം വരും. അതിൽ പാർട്ടിയുടെ ഉണ്ട്, ബാങ്കിൽ എത്ര അതിൻ്റെ എല്ലാം വരും. ഷിറാസിൻ്റെ ബില്ല് എത്രയുണ്ട് എല്ലാം ഇതിൻ്റെ അത് കാണിക്കും. കസ്റ്റമർ വൈസ് കാണിക്കും. ബാങ്ക് അക്കൗണ്ട് ഓരോ അക്കൗണ്ട് വൈസ് തന്നെ ബാലൻസ് ഷീറ്റ് വരും. അതുപോലെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്. ഇനി ലെഡ്ജർ ഓരോ അക്കൗണ്ട് പാർട്ടിയുടെ വൈസാണ് ലെഡ്ജർ അക്കൗണ്ട് റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസും കൂടെ കൂട്ടിയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ ഷിറാസ് എടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഓർഡർ 36 രൂപ ഓർഡർ ഇട്ടു, 36 തന്നു. 96 രൂപ ഓർഡർ ഇട്ട് 25 ആദ്യം തന്നു, 50 രണ്ടാമത് തന്നു. ഡെലിവറി സമയം റെസിപ്റ്റ് 21 തന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അറിയാൻ പറ്റും. കീബോർഡ് വേണമെങ്കിൽ ഇവിടുന്ന് ഓൺ സ്ക്രീൻ കീബോർഡ് ഓപ്പൺ ചെയ്യാം. വിൻഡോസിൻ്റെ കീബോർഡ് വേണമെങ്കിൽ അത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. പ്രിൻറ്റ് സെറ്റിങ്സോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് പ്രിൻറ്റ് വേണമെങ്കിൽ കസ്റ്റമർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. A4 ടൈപ്പ് വേണമെങ്കിൽ A4, റോൾ പേപ്പർ വേണമെങ്കിൽ റോൾ പേപ്പർ, അതിൽ അവരുടെ ലോഗോ വെച്ച് വേണമെങ്കിൽ അങ്ങനെ, ഹെഡർ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ, ഫുഡർ വേണമെങ്കിൽ അങ്ങനെ, ഫുഡറും കാണിക്കണമെങ്കിൽ അങ്ങനെ, ഐറ്റം വൈസ് ലൈൻ ഇടണമെങ്കിൽ അങ്ങനെ, 3 ലൈൻസിൽ റിമാർക്സും ഐറ്റത്തിൻ്റെ അറബിക്കും ഐറ്റത്തിൻ്റെ ഇംഗ്ലീഷും അങ്ങനെ എല്ലാം നമുക്ക് പ്രിൻറ്റ് ഫുള്ളായിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ QR കോഡ് വേണ്ടവർക്ക് QR കോഡ്, ബാർകോഡ് വേണ്ടവർക്ക് ബാർകോഡ്, എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ഡ്രൈവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഡ്രൈവേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. റിപ്പോർട്ട്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റസ് റിപ്പോർട്ടുണ്ട്, ലിസ്റ്റ് ഓർഡർ ബുക്കിംഗ്. ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് സ്റ്റാറ്റസ് വൈസ് നമുക്ക് കാണാൻ പറ്റും. ജോബ് ഫുള്ളി ഡൺ, ജോബ് പാർഷ്യലി ഡൺ, ഓർഡർ പ്ലേസ്ഡ്, ഇങ്ങനെ നമുക്ക് ഓരോന്ന് കാണാം. ഇനി ഇവിടുന്ന് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് സ്റ്റാറ്റസ്. അപ്പോൾ ഈ സ്റ്റാറ്റസ് വൈസ് നമുക്ക് വാട്സപ്പ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്ത് സ്റ്റാറ്റസ് തൊട്ടാണ് വരുമ്പോഴത്തേക്ക് കസ്റ്റമർ അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കംപ്ലീറ്റഡ് എന്നൊരു സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ കസ്റ്റമർ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. റിപ്പോർട്ട്സ് പിന്നെ വരുന്ന ലിസ്റ്റ് ഓഫ് ജോബ്, ലിസ്റ്റ് ഓഫ് ഡെലിവറി, ഡേ ബുക്ക് വന്നാൽ
പെർ ഡേയിലുള്ള ഡേ ബുക്കായിട്ട് എൻട്രീസ് കിട്ടും. എല്ലാം വരും.